നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സായുധ സേനയിലും മതം നോക്കി കണക്കെടുപ്പ് നടത്താൻ ഇറങ്ങിയവരാണ് കോൺഗ്രസ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അതാണ് മുൻകാല കോൺഗ്രസ് സർക്കാരുകളുടെ ചരിത്രമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ സ്വത്ത് സർവേ സംബന്ധിച്ച കോൺഗ്രസ് പ്രഖ്യാപനം വിവാദത്തിലായതിനു പിന്നാലെയാണ് ജാതി മത സെൻസസുകൾ നടത്താനുള്ള കോൺഗ്രസ് ശ്രമം രാജ്നാഥ് സിംഗ് തുറന്നുകാട്ടിയത്. വിശാഖപട്ടണത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി. 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സായുധ സേനയിൽ മതാടിസ്ഥാനത്തിൽ സെൻസസ് നടത്തണമെന്ന് ശുപാർശ ചെയ്തവരാണ് കോൺഗ്രസ്. ഇക്കുറി അവരുടെ പ്രകടന പത്രികയിലും ഇക്കാര്യം ഒളിച്ചു വെച്ചിട്ടുണ്ട്. അവരെ തെരഞ്ഞെടുത്താൽ മതന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകുമെന്നാണ് പ്രഖ്യാപനം. സായുധ സേനയിൽ മതസംവരണം എന്ന നയം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒന്നും അവരുടെ വിഷയമേ അല്ല, രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമം എന്ന പേരിൽ അവർ പ്രകടന പത്രികയിൽ കടത്തിയിരിക്കുന്നത് സച്ചാർ റിപ്പോർട്ടിന്റെ പ്രതിധ്വനികളാണ്. അവർ മതസംവരണം പിൻവാതിലൂടെ കടത്തുമെന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. പോലീസിന്റെ തനി നിറമാണ് ഇതിലൂടെ പുറത്തായിരിക്കുന്നതെന്ന് കോൺഗ്രസ് വാഗ്ദാനങ്ങൾ സമൂഹത്തെ വിഭജിക്കുന്നതാണ്. പ്രകടന പത്രികയിലെ ന്യൂനപക്ഷങ്ങളെ പരാമർശിക്കുന്ന അധ്യായത്തിലെ 3, 6 സെക്ഷനുകൾ അവരുടെ താല്പര്യങ്ങൾ തുറന്നുകാട്ടുന്നതാണ്. അവർ മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിച്ചവരാണ്. പ്രീണനം കോൺഗ്രസിന്റെ DNA-യിൽ ഉള്ളതാണ്. ന്യൂനപക്ഷ ക്ഷേമത്തിന്റെ മറവിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വിരുന്നൊരുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് നയിച്ച UPA സർക്കാർ രാമനാഥ മിശ്ര കമ്മീഷനും സച്ചാർ കമ്മീഷനും കൊണ്ടുവന്നത്. രാജ്യത്തിന്റെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളായിരിക്കുമെന്ന മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പഴയ പ്രഖ്യാപനം ഞാൻ ഓർമ്മിക്കുന്നു. മോദിജി അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ കോൺഗ്രസ് വിരളി പിടിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകി ആന്ധ്രാപ്രദേശിനെ മുൻ കോൺഗ്രസ് ഭരണാധികാരികൾ വർഗീയതയുടെ പരീക്ഷണശാലയാക്കിയായിരുന്നു, രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.